അപ്പൊ ഞാന് എന്റെ ഉപ്പന്റെ വീട്ടിലാണ്. അന്ന് ഞങ്ങക്ക് വീടില്ല, ഞങ്ങള് ഉപ്പന്റെ തറവാട്ടിലേന് നിന്നീനെ. അപ്പൊ ഉപ്പന്റെ തറവാട് ഞാൻ ഒരു പെർസോണല്ല. ഒന്ന് ഒരു പഴയ വീടാണ്, അതായത് ഓടൊക്കെ ഉള്ള ഒരു പഴയ വീടാണ്. വെല്ലിപ്പ പറയണ ഭയങ്കര ഒരു സ്ട്രിക്റ്റ് മെയിൽ സിഗ്മ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് മൂപ്പര്. വെല്ലിമ്മ അറിയണത് വളരെ പാവായിട്ട് വെറും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ഞങ്ങളൊക്കെ വരുമ്പോ ഫുഡ് ഉണ്ടാക്കി തരാ, അല്ലെങ്കിൽ ഞങ്ങളെ തറവാട്ടില് വെല്ലിമാന്റെ സർവീസ് ആണോ മിസ് ചെയ്യുന്നത് അതോ ആ പേഴ്സൺ ആണോ മിസ് ചെയ്യുന്നത്? ഞാൻ മൊത്തത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. കാരണം വെല്ലിമ്മ പറയുമ്പോ സംസാരിക്കല് വളരെ കുറവാണ്. വെല്ലിമ്മ ഭയങ്കര ഇൻട്രോവേർട്ടാ. അപ്പൊ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ വെല്ലിമ്മ ഇങ്ങനെ സംസാരിച്ചിട്ട് ചിലപ്പോ വെല്ലിമ്മ ചിരിക്കും. വെല്ലിമ്മ ചിരിക്കണൊക്കെ കാരണം വളരെ അപൂർവമായിട്ടുള്ള സൈറ്റാണ്. അപ്പൊ അതൊക്കെ എനിക്ക് അവന്റെ ക്യാരക്ടേഴ്സിനെ അൺലോക്ക് ചെയ്യുന്ന വെല്ലിമാനും അൺലോക്ക്. അതെ, ഞാൻ വെല്ലിമാന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം വെല്ലിമാനൊക്കെ അന്നത്തെ ഒരു റിച്വൽസ് വെച്ച് 12ാം വയസ്സിലോ അങ്ങനെ എന്തോക്കെ കല്യാണം കഴിപ്പിച്ചോണ്ടാ ചെറുപ്പത്തില്. പിന്നെ വെല്ലിമ്മ സ്കൂളിൽ പോയിട്ടില്ല, മദ്രസിൽ മാത്രമേ പോയിട്ടുള്ളൂ. അങ്ങനൊക്കെ ആയിട്ട് അവരോട്ടൊക്കെ സംസാരിക്കാൻ രസാ. അപ്പൊ ഇവര് ഈ സമ്മറൊക്കെ ആവുമ്പോ പൊതുവെ ഈ പണ്ടത്തെ വീടുകളിലൊക്കെ കാണും വലിയ ഭരണി ഉണ്ടാവും. ഇവര് ഈ ഭരണിയിൽ ഫുള്ള് മാങ്ങ ഇതാക്കിയിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് ഉപ്പിലൊക്കെ ഇട്ട് വെക്കും. ഇപ്പൊ പൊതുവെ ഞങ്ങൾ ഈ തറവാട്ടിക്ക് പോകുമ്പോ തന്നെ ഈ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ഉള്ളതാ. അപ്പൊ വെല്ലിപ്പ എങ്ങനെയാ വെച്ചാല്, ഒന്ന് വെല്ലിപ്പ ഭയങ്കര വൃത്തിക്കാരനായിരുന്നു, പിന്നെ ഭയങ്കര കർക്കശക്കാരനായിരുന്നു. അതെ. പിന്നെ പറഞ്ഞാല് വെല്ലിപ്പാക്ക് ഓരോരോ റൈറ്റ്സ് ആൻഡ് റോങ്സ് ഉണ്ടായിരുന്നു. അതായത് സൊസൈറ്റിയില്, അതായത് നാട്ടിലും ഇതിലൊക്കെ വെല്ലിപ്പാക്ക് ഭയങ്കര പേരായിരുന്നു. വെല്ലിപ്പാന്റെ വാക്കിന് എല്ലാവർക്കും ഒരു വില ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊരു ഇതാണ്, അവർക്കൊരു പിക്ചർ അവർക്കൊരു ശരിയും തെറ്റും ഉണ്ടാവും. കഴിഞ്ഞപ്പോ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞാലും ഓരയിന്നു മാറില്ല. അതിനിപ്പോ ദീനുൽ ഇസ്ലാമിന്റെ പുറത്തുണ്ടായി എന്ന് പറഞ്ഞാലും അങ്ങനെയുള്ള നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് വെല്ലിപ്പ ഉണ്ടായിരുന്നത്. ഭയങ്കര സ്റ്റബേൺ അല്ല, ഇൻഡിവിജ്വലിസ്റ്റിക്, ഒപ്പീനിയനേറ്റഡ് അങ്ങനെയൊക്കെ ആയിരുന്നു വെല്ലിപ്പാന്റെ ഒരു ഇത്. വെല്ലിപ്പാന്റെ എനിക്ക് ഓർമ്മയുണ്ട്, വെല്ലിപ്പാന്റെ ഡ്രസ്സ് ഒറ്റയ്ക്കായിരുന്നു തിരുമ്പിയിരുന്നത്. ഞാൻ ഇതൊക്കെ നീ പറഞ്ഞിട്ട് എന്റെ വെല്ലിപ്പ എങ്ങനെയായിരുന്നു പറയാൻ നിൽക്കുകയാണോ? എന്റെ വെല്ലിപ്പൊക്കെ എങ്ങനെയാ? അതെ, വെല്ലിപ്പാന്റെ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് ഭാര്യനെ ബുദ്ധിമുട്ടിക്കരുത് അതല്ലായിരുന്നു. വെല്ലിപ്പാന്റെ എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര വൃത്തിക്കാരനായോണ്ട് മൂപ്പരങ്ങ് ശരിയാവുള്ളൂ എന്നുള്ള രീതിയിലാണ് മൂപ്പര. അപ്പൊ വെല്ലിപ്പാക്ക് എങ്ങനെയാ വെച്ചാല് ഒരു 3 വെള്ള ചെയറും 2 നോർമൽ ചെയേഴ്സും ഉണ്ട്. വീട്ടിലുള്ളവരും ബാക്കിയുള്ളവരൊക്കെ ഈ നോർമൽ ചെയേഴ്സിലായിരിക്കുക. ഈ 3 വെള്ള ചെയർ അറേഞ്ച് ചെയ്ത് തന്നെ ഒരു രീതി ഉണ്ട്. ആ രീതിയിൽ അന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ തന്നെ വെല്ലിപ്പ ദേഷ്യപ്പെടും. ആ ചെയർ എന്തിനാന്ന് വെച്ചാൽ, ഒന്ന് ആ ചെയർ ഭയങ്കര വൃത്തിയാ, എപ്പോഴും വെല്ലിപ്പ അങ്ങനെ തുടച്ചതാക്കിയിട്ടൊക്കെ കൊണ്ടുവരാം. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോള് ഗസ്റ്റിനൊക്കെ ആ ചെയറിലായിരിക്കുക. ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ വെല്ലിപ്പ തന്നെ ഈ ചെയറൊക്കെ പുറത്തേക്ക് എടുത്തോണ്ടേ അതൊക്കെ കഴുകി വീണ്ടും തുടച്ചിട്ട് വീണ്ടും ഇടും. ഇങ്ങനെയൊക്കെ ആയിരുന്നു വെല്ലിപ്പാന്റെ ഒരു വൃത്തിന്റെ ലീലാവിലാസങ്ങള്.